മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 12 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുക. അതിൽ ഈ വീഡിയോയിൽ sin x, cos x, tan x, x raised to n ഈ 4 ഫംഗ്ഷനുകളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ കാണുന്നതോടെ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കാണാൻ സാധിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇതുപോലെയുള്ള ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, അതായത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ഈ ഫോർമുലയിൽ എന്നിൻ്റെ വാല്യൂസ് മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. കൂടാതെ ഈ ചാപ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്ന് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചും കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചും ഡയറക്റ്റായിട്ട് ഡെറിവേറ്റീവ് കാണുക. അതുപോലെ ഓൾജിബ്രൈക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുലയും വെച്ചിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴായി ചോദിക്കാറുണ്ട്. നാം ഇവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് sin x, cos x, tan x, x raised to n ഈ 4 ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണുന്ന കാര്യമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആദ്യമായി നമുക്കറിയാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് തന്നെ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുന്നു. നമുക്കറിയാം സൈനിൻ്റെ ഡിഫറൻസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ 2 cos എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ആ ഫോർമുല പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2. അതാണ് 2 cos എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്, അതായത് സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. തുടർന്ന് 2 ഇൻറ്റു എന്നുള്ള വാല്യൂ ഡിനോമിനേറ്ററിലേക്ക് മാറ്റുന്നു, എച്ച് ബൈ 2 ആക്കി മാറ്റി എഴുതുന്നു. ഇത് മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു, അതായത് 2 ലിമിറ്റാക്കി സെപ്പറേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ബൈ 2 ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, അതിൻ്റെ വാല്യൂ 1 ആണ്. ഡയറക്റ്റായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ടെൻസ് ടു 0 ആണ്. അതുകൊണ്ട് കോസ് എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു കോസ് എക്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അതായത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇതേ രീതിയിലാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കാണേണ്ടത്. തുടർന്ന് ഇതേ മോഡലിൽ തന്നെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. സെയിം ഫോർമുല തന്നെയാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ബൈ എച്ച്. കോസിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കറിയാം. കോസ് എക്സ് മൈനസ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ മാറ്റം വരുന്നത് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2, അതാണ് 2x പ്ലസ് എച്ച് ബൈ 2. നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2. എക്സ് ക്യാൻസൽ ചെയ്യുന്നു, എച്ച് ബൈ 2. കഴിഞ്ഞ തവണ ചെയ്ത അതേ രീതിയിൽ തന്നെ മൈനസ് 2 എന്നുള്ളതിൽ മൈനസ് തുടക്കത്തിലേക്കും ലിമിറ്റിന് പുറത്തേക്ക് മാറ്റുന്നു. 2 എന്നുള്ളത് എച്ച് ബൈ 2 ആക്കിയിട്ടും എഴുതുന്നു. തുടർന്ന് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു.
ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ബൈ 2 ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. നേരത്തെ സൈൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്, ചെറിയൊരു ചിഹ്നം നെഗറ്റീവ് സൈൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 1 ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. പ്രോഡക്റ്റ് റൂളും അതുപോലെ തന്നെ കോഷ്യൻ റൂളും ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നും അതുപോലെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്നും ഉപയോഗിച്ച് ഫോർമുല പ്രകാരം ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെയിം ഫോർമുല പ്രകാരം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. നമുക്കറിയാം ടാനിനെ നാം ഫോർമുല സൈൻ ബൈ കോസ് ആക്കി മാറ്റുന്നു. കൂടാതെ ഡിനോമിനേറ്ററിലെ എച്ചിനെ 1 ബൈ എച്ച് ആക്കിയിട്ടും മാറ്റുന്നു. സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇതിനെ എൽ സി എം കണ്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇനി ഇതിൽ നമുക്കറിയാം സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഫോമിലാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇവിടെ ചെയ്യുന്നത് ആ ന്യൂമറേറ്ററിലുള്ള എക്സ് ക്യാൻസൽ ചെയ്യൽ മാത്രമാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തു നിൽക്കുന്നത്. ഇനി ഇതിനെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്യുന്നു. സൈൻ എച്ച് ബൈ എച്ച് എന്നുള്ള ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. 1 ഇൻറ്റു അടുത്തതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അതായത് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇവിടെ നമുക്ക് കിട്ടിയത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെയിം ഫോർമുല തന്നെയാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ എച്ച്. ബൈനോമിയൽ തിയറി പ്രകാരം എക്സ്പാൻഡ് ചെയ്യുന്നു. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എൻ സി 0 എക്സ് റേസ് ടു എൻ പ്ലസ് എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 എച്ച് പ്ലസ് എൻ സി 2 എക്സ് റേസ് ടു എൻ മൈനസ് 2 എച്ച് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ എച്ച് റേസ് ടു എൻ ദെൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ എച്ച്. ഇനി നാം ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് പ്രകാരം എക്സ് റേസ് ടു എൻ ക്യാൻസൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്ന് ഇതേ സ്റ്റെപ്പ് തന്നെ നാം വീണ്ടും എഴുതുകയാണ്. ഇതിൽ എച്ച് കോമൺ ആയിട്ട് എടുക്കുന്നു. ആദ്യ ടേം മുതൽ എല്ലാ ടേമിലും എച്ച് കോമൺ ആണ്. ഈക്വൽ ടു എച്ച് ഇൻറ്റു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് റേസ് ടു എൻ മൈനസ് 1 ബൈ എച്ച്. എച്ച് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് റേസ് ടു എൻ മൈനസ് 1. നമുക്കറിയാം ആദ്യ ടേമിൽ ഒഴികെ ഒരു ടേമിലും എച്ച് ഇല്ല. അതുകൊണ്ട് ബാക്കി എല്ലാ ടേമും എച്ച് ഉള്ള ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുല അറിയാമെങ്കിൽ ഇതേ രീതിയിൽ
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇങ്ങനെ വരുന്ന എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണാവുന്നതാണ്. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഡിറൈവ് ചെയ്തതിന് ശേഷം എന്നിന് വാല്യൂ മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെയുള്ളൊരു ചോദ്യമാണ് അഞ്ചാമതായിട്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതിയതിന് ശേഷം എന്നിൽ വാല്യൂ മാറ്റി കൊടുക്കുകയാണ് കൂടുതൽ നന്നായിരിക്കുക. അല്ലെങ്കിൽ ഓരോ ചോദ്യവും ഇതേ രീതിയിൽ പഠിക്കേണ്ടതായിട്ട് വരും. ചില വർഷങ്ങളിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, 1/x 1/x സ്ക്വയർ ഇങ്ങനെ വിവിധ ഫംഗ്ഷനുകൾ വരാറുണ്ട്. ആ സമയത്ത് ജനറലായിട്ടുള്ള പോളിനോമിയൽ പഠിച്ചതിന് ശേഷം എന്നിന് വാല്യൂ മാറ്റി കൊടുക്കുകയാണ് കൂടുതൽ നന്നായിരിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിൽ, അടുത്ത വീഡിയോയിൽ നാം പ്രധാനമായിട്ട് ചെയ്യുന്നത്, അതായത് കോംപ്ലക്സ് നമ്പർ എന്നിരുന്ന ഒരു പ്രധാന അധ്യായമാണ്. അതിൽ ഇമാജിനറി നമ്പർ, അതായത് ഐയുടെ വിവിധ പവേഴ്സ്, ഐ റേസ് ടു 16, ഐ റേസ് ടു 39, ഐ റേസ് ടു -32 തുടങ്ങിയ പവറുകളിൽ ഉള്ള കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി രൂപത്തിലേക്ക് എഴുതാൻ, അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ, ഒരു കോംപ്ലക്സ് നമ്പറിനെ ആർഗൻറ്റ് പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ തുടങ്ങിയ പ്രധാന കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.